ഇൻറ്റിമസി ഫ്ലോസ് ഫ്രം ഐഡൻറ്റിറ്റി. തിരിച്ചറിവാണ് അടുപ്പം. ഓർഫൻ സ്പിരിറ്റിനെ കുറിച്ചാണ് തന്നെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവനെല്ലാം ഓർഫൻ സ്പിരിറ്റിലാണ് ജീവിക്കുന്നത്. ഭർത്താവ് ഒരിക്കലും ഇട്ടേച്ചു പോകാത്തതായ പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ കൂടെ അനുഭവിക്കാത്തവനെല്ലാം ഓർഫൻ സ്പിരിറ്റ് അല്ലെ അടിമത്വത്തിൽ അനാഥ സ്പിരിറ്റിലാണ് കഴിയുന്നത്. അതിൽ നിന്ന് നമുക്കൊരു വിടുതൽ കിട്ടാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓർഫൻ സ്പിരിറ്റ് വേണം നമുക്ക് എപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി അകന്ന് നിൽക്കുന്നു. ദൈവത്തിൽ നിന്ന് മാറി എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഞാൻ അപ്പനും അമ്മയോടും അകന്നാണ് ജീവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിന് ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ക്ലോസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടാകത്തില്ല. കാരണം ഹീ നെവർ എക്സ്പീരിയൻസ്ഡ് ദിസ്. പിന്നെ അങ്ങനെ വല്ലവരുടെ കിട്ടുന്നു. അപ്പം പിന്നെ കാര്യങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുത്ത് സമ്മാനം കൊടുത്ത് അവർക്കിഷ്ടമുള്ളത് ചെയ്തു കൊടുത്ത് പ്രീതിപ്പെടുത്തുക, അതല്ല യഥാർത്ഥ സ്നേഹം. യഥാർത്ഥ സ്നേഹം ഞാൻ ആരേ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ തിരിച്ചറിവിൽ ദൈവം നമുക്ക് ഇട്ടുതരാൻ പോവുകയാണ്. Our understanding of our true value and identity in God as His beloved children is the starting point of the great advance of the inheritance in Christ. അതായത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ കൂടെ നമുക്കൊരു പുതിയ ഐഡൻറ്റിറ്റി എന്താണ്? ദൈവത്തിൻ്റെ പൊന്നുമക്കളായി മാറിയിരിക്കുന്നു. ഈ ഒരു ദൈവത്തിൻ്റെ മക്കളെന്നല്ല, പൊന്നുമക്കൾ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 10 മക്കളുണ്ടെന്നിരിക്കട്ടെ. 10 മക്കളിൽ 8 മക്കൾക്കും വലിയ കുഴപ്പമില്ല, അമ്മയപ്പന്മാരുടെ സ്നേഹം. പക്ഷെ 2 എണ്ണത്തിന് വലിയ കഴിവില്ല. ഒരെണ്ണം കള്ളുകുടിയന്. ഈ അമ്മയുടെ ചിന്ത എപ്പോഴും ഈ കള്ളുകുടിയൻ്റെ മേലാണ്. അവൻ എവിടെ പോയി കിടക്കുന്നു, അവൻ എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നില്ല. ബാക്കി 9 പേര് കഴിച്ചാലും ആ ഒരു കൊച്ചിന് വേണ്ടി അവൻ നോക്കിയിരിക്കും. കാരണം അമ്മ നോക്കിയിരിക്കും. അമ്മയ്ക്ക് ഈ മകൻ അവരുടെ മകൻ തന്നെയാണ്. ദൈവത്തിന് നമ്മൾ പൊന്നുമക്കളാണ്. നമ്മളത് എത്രമാത്രം മനസ്സിലാക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് ദി ഐഡൻറ്റിറ്റി ഓഫ് മീ. എനിക്ക് ഞാൻ ആരെന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവില്ലാത്ത ജനതയോട് അത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓതർ ഈ ഹിറ്റ്ലൻ അതായത് ലൈഫ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, അയാൾ ഒരു ഓർഫൻ കുട്ടിയെ എടുത്ത് 8 വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ എടുത്ത് വീട്ടിൽ അഡോപ്റ്റ് ചെയ്തു. ഈ അഡോപ്റ്റഡ് ചിൽഡ്രൻ according to the Roman law in olden times, the adopted children has got a greater value than the natural children. അതായത് അഡോപ്റ്റ് ചെയ്ത മക്കൾക്ക് രക്തബന്ധത്തിൽ കൂടെ ഉണ്ടാകുന്ന മക്കളെക്കാട്ടിലും അധികാരം റോമൻ ലോ കൊടുത്തിരുന്നു. ആ റോമൻ ലോ അനുസരിച്ച് അന്ന് ക്രിസ്തു ഉണ്ടായിരുന്ന സമയത്ത് ഈ ആരെങ്കിലും ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുന്നവന് കൊടുക്കുന്ന അവകാശം തിരിച്ചെടുക്കാൻ ഒക്കില്ല. മക്കൾക്ക് കൊടുക്കുന്നത് തിരിച്ചെടുക്കാം. അപ്പോൾ അത്രമാത്രം അഡോപ്ഷന് വിലയുണ്ട്. എന്തിനാ അത് പറയുന്നത്? വി ആർ ഓൾ അഡോപ്റ്റഡ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നതാണ്. ആ ഒരു വാക്യം നമ്മുടെ തലയിൽ ആദ്യം കയറണം. വി ആർ അഡോപ്റ്റഡ് ഇൻ ടു ദി സൺഷിപ്പ്. അല്ലാതെ അവിടെ നമ്മൾ പാപി മഹാപാപി എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. അതവിടെ നിൽക്കട്ടെ, അതവിടെ ഡീൽ ചെയ്യാൻ വരട്ടെ. We are now adopted as His beloved children. Why? Because I am bought with the precious blood of Jesus Christ. ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ആരുടെ രക്തം മറുവിലയായിട്ട് കൊടുത്തത്? ഈ പാപി അല്ലെ മഹാപാപി അല്ലെ ദൈവത്തെ വെറുത്ത് നിന്ന എനിക്ക് വേണ്ടി കർത്താവ് തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്തു വാങ്ങിച്ചപ്പോൾ ഐ ആം അഡോപ്റ്റഡ്. യോഹന്നാന്റെ സുവിശേഷം 1:12 അങ്ങനെയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കൾ ആകുവാൻ അധികാരം കൊടുത്ത്. ഇറ്റ്സ് എ പവർ. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ 1:12 ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇറ്റ്സ് എ പവർ ഗിവൺ. പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഐ ഗിവ് യു ദ ടോട്ടൽ അതോറിറ്റി. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവർ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ് ചെയ്തത്. അതായത് വീണ്ടും ജനനമാണ് അവിടെ സംസാരിക്കുന്നത്. വചനം ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടതായ ഈ പൈതൃകം, ദൈവമാണ് എൻ്റെ അപ്പൻ എന്നുള്ളത്
തിരിച്ചു തരാൻ. അത് തിരിച്ചു തരികയല്ല, അത് അറിയണം. അറിയാൻ വയ്യാത്തവർ നമ്മൾ പൈതൃക അവിടെ ഇവിടെയും കൊണ്ട് നമ്മൾ സ്ഥാപിച്ചു വെക്കും. അതല്ല ഇവിടെ ഞാൻ പറയുന്നത്. ദിസ് ഈസ് ദി ഇറ്റേണൽ ഗോഡ്സ് ലവ് പോറിങ് ഔട്ട് ത്രൂ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ കൂടെ നമുക്ക് കിട്ടിയ സൗജന്യ ദാനമാണ് അവൻ്റെ മക്കളാണ്. അപ്പോൾ അണ്ടിൽ വി റിയലൈസ് ദിസ് സെൽഫ് ഡിസെപ്ഷൻ കണക്റ്റഡ് ടു ഫോൾസ് ഐഡൻറ്റിറ്റി, we will chase shadows and fads trying to heal our hearts and mind. Healing the orphan spirit is so helpful in bringing attention to the root problem. അതായത് നമുക്കൊരു ഫോൾസ് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ വി ആർ ആക്ച്വലി ഹാവിങ് എ ഡോക്ട്രിൻ, ഫോൾസ് ഡോക്ട്രിനാണ്. അതായത് ഫോൾസ് ഐഡൻറ്റിറ്റി. എങ്ങനെ പോയാലും നീ അവൻ്റെ മക്കനാകാൻ പോകുന്നില്ല, തീർന്നില്ലേ എങ്ങനെ പോയാലും. കാരണം ഒന്നാമത് നമ്മൾ പാപിയാണ്, പാപ സ്വഭാവം എടുത്തു കളയാൻ ഒക്കുന്നില്ല. പക്ഷേ ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് കയറാൻ ഒക്കുന്നില്ല. അതൊരു ബാരിയറാണ് നമുക്ക്. എത്ര ദിവസം ലോകത്തിൽ സന്തോഷമായിട്ട് അവൻ്റെ കൂടെ ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക. അതുപോലെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ദൈവത്തിൽ ഒന്ന് സന്തോഷിച്ച് ആ സന്തോഷ പരിപൂർണതയിൽ, അല്ലെങ്കിൽ രാജാവ് ഉള്ളിടത്ത് രാജാവിൻ്റെ കോലാഹലമുണ്ട്, അതുപോലെ തന്നെ രാജസിംഹാസനത്തിൽ അതിൻ്റേതായിട്ടുള്ള ദൈവമക്കൾ കൂടുമ്പോൾ അവിടെയുള്ള സന്തോഷമുണ്ട്. അതൊന്നും നമുക്ക് കിട്ടാത്ത പോകുന്നതിൻ്റെ കാരണം മൈ ഐഡൻറ്റിറ്റി ഈസ് ഫോൾസ്. തെറ്റായ ഐഡൻറ്റിറ്റി, ഞാൻ ആരെന്നുള്ള വ്യക്തിത്വം മറന്നു പോകുന്നു. അത് തെറ്റ്. അതാദ്യം നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകണം. അപ്പം ഇത് നമുക്കൊക്കെ ഒരു ഇംപെർഫെക്റ്റ് ലൈഫാണ് ഈ ലോകത്തിലുള്ളത്. പക്ഷേ വി ആർ ഗോയിങ് ടുവേർഡ്സ് എ പെർഫെക്റ്റ് ഫാദർ ഹു ഈസ് ലവിങ്. ഈ ഇംപെർഫെക്റ്റ് ലൈഫ്, അതായത് പൂർണ്ണതയില്ലാത്തതായ ഈ ജീവിതം, കാരണം ആത്മാവ് നഷ്ടപ്പെട്ടതായിരുന്നു. അതിൽ നിന്നിപ്പോൾ ആത്മാവ് നമുക്ക് തിരിച്ചു കിട്ടുകയാണ്, ദൈവം തന്നു. പക്ഷേ എന്നാലും നമുക്ക് ആ ജഡസ്വഭാവം നിൽക്കുന്നതിനാൽ, പിതാവിൻ്റെ സ്നേഹം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കാത്തതിനാൽ നമ്മൾ മുട്ടിയും തട്ടിയും ഇങ്ങനെ നീങ്ങുകയാണ്. ഒരിക്കലും ആ സ്മൂത്ത് പാത്തിലോട്ട് കയറുന്നില്ല. എന്നാൽ ചിലർ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ബിലോങ് ടു ഗോഡ്, ദർ ഇസ് നോ അതർ വേ, വട്ട് എവർ ഇറ്റ്. അപ്പോൾ വേദപുസ്തകത്തിൽ അങ്ങനെയാണ് സത്യം. ഞാൻ ദൈവത്തിലായി കഴിഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റി മാറുകയാണ്. അപ്പോൾ ഈ അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം തന്നിട്ടുണ്ടെന്നുള്ള റോമർക്കെഴുതിയ ലേഖനം 8:14-15 ഭീരുത്വത്തിൻ്റെ അല്ലെ ദാസ്യത്തിൻ്റെ ആത്മാവ്. എന്ന് ഈ ദാസനായിട്ട് ജീവിച്ച് പഠിച്ചവൻ ഒരിക്കലും പുത്രനാകാൻ പഠിക്കുന്നില്ല. അത് നമ്മൾ നോക്കിയാൽ പഴയ നിയമത്തിൽ 430 വർഷത്തോളം അടിമയായിട്ട് ജീവിച്ച ഇസ്രായേൽ ജനത ചെങ്കടൽ മുൻപിൽ കണ്ടപ്പോഴും ശത്രു സൈന്യം പുറകിലില്ലായിരുന്നു. അവർ പുറകെ തിരിച്ചു ഓടിപ്പോയേനെ. ബിക്കോസ് ദി കനോട്ട് ട്രസ്റ്റ് ദിസ് ഫാദർ ഗോഡ്. ഇത്രമാത്രം ഭൂമിയും ഭൂതലെ ഇളക്കി ഞങ്ങൾക്ക് വേണ്ടി വന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള ബോധം അവർക്കില്ല. ഒരു ഓർഫൻ ചൈൽഡിന്, അതാണ് 8 വയസ്സുള്ള ഒരു കൊച്ചിനെ ഈ മനുഷ്യനെടുത്ത് വളർത്തിയേച്ച് 8 വയസ്സുള്ള കുട്ടിയോട് എന്ന് ഇയാൾ പറയും, ഞാൻ നിൻ്റെ അപ്പനാണ്, എൻ്റെ ഭാര്യ നിൻ്റെ അമ്മയാണ്, ഞങ്ങൾ നിന്നെ ഇട്ടേച്ച് ഒരിക്കലും പോകത്തില്ല, ഞങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുക, അത് ഞങ്ങൾക്കുള്ളത് നിനക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി എന്നാലും സ്വീകരിക്കത്തില്ല. കാരണം 8 വയസ്സ് വരെ അപ്പനും അമ്മയും ഇല്ലാതെ എന്തെന്നറിയാതെ വേദനിച്ച് വളർന്ന കുട്ടിക്ക് അത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതെത്ര പഠിപ്പിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടേ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ മനുഷ്യനോട് പറയും, ഇത് തന്നെയാണ് ഞാനും നീയുമായിട്ടുള്ള ബന്ധം. എൻ്റെ മകനാണ് എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്കിപ്പോഴും അനാഥ സ്പിരിറ്റിലാണ് നീ. അനാഥത്വം നിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നു. അത് വലിച്ചു പറിച്ച് കളയാം. അതിങ്ങനെ എൻറ്റാങ്കിൾ ചെയ്ത് കിടക്കുക നമ്മുടെ ഹൃദയത്തിൽ. അത് ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ഓരോരുത്തരുടെ പ്രാർത്ഥന കാണും. നല്ല വെട്ടിത്തിളങ്ങുന്ന ഡയമണ്ടാണ് അകത്തിരിക്കുന്നത്. ഓരോ വ്യക്തികളുടേതാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെക്കുറിച്ച് കരുതുന്നതാണ്. ദൈവത്തിൻ്റെ മക്കളല്ലേ, നമ്മൾ വിശ്വാസികളെക്കുറിച്ച് ഈ പറയുന്നത്. ഈ വെട്ടിത്തിളങ്ങേണ്ട ഡയമണ്ടിന് ചുറ്റും പായലും ലോക ചിന്തകളും സ്വയകഴിവും കയറി അതിങ്ങനെ വിളങ്ങാൻ, അത് തിളങ്ങാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. അഴിഞ്ഞു പോകട്ടെ ആ ബന്ധനങ്ങൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ. കാരണം അവർ ദൈവം ഉലകസ്ഥാപന ഒരു വിശ്വാസിയാകുന്ന മാതാപിതാക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ് ദൈവം തരുന്നത്. കാരണം നമുക്ക് ദൈവം തരുന്ന പിള്ളേർ സ്വർഗത്തിന് അവകാശികളാണ്. നമ്മളങ്ങനെ പ്രാർത്ഥിച്ചുണ്ടാകുന്ന മക്കളാണല്ലോ. ആ മക്കളുടെ അവകാശം ഷുവറാണ്. പക്ഷേ അവർക്കത് അറിയത്തില്ല. എന്ത് ചെയ്യും? അവരവരുടെ സ്വയ കഴിവിൽ പായൽ പിടിച്ച് ഈ ഡയമണ്ട് അകത്തിരിക്കുന്നത് വലിച്ചു താഴ്ത്തുന്ന കുറേ ശക്തികൾ അതിനെ നശിപ്പിക്കുമ്പം നമ്മൾ ഉണർന്നില്ല എങ്കിൽ
ഞാൻ ഉണരുന്നില്ല എങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഭവനത്തിലുള്ള ആരും ഉണരത്തില്ല. ഒരാൾ ഈ കരുതലെടുക്കണം, ഒരാൾ ഇതിനു വേണ്ടി നിൽക്കണം, സത്യം അറിയണം. സത്യം പറഞ്ഞു, ഞാൻ ഹാവ് അഡോപ്റ്റഡ് യു. അതിനൊരു വാക്യം എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തുണ്ട്, 1:6. എഫെസ്യർക്ക് ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, നമുക്ക് മക്കളാകാൻ അവകാശം തന്നിരിക്കുന്നു. മനുഷ്യൻ്റെ ബീജം കൊണ്ടൊന്നും അല്ല, രക്തത്താൽ, ജഡത്തിൻ്റെ എഴുതിയിരിക്കുന്നതാണ്. രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന്. അതായത് ഒരു വീണ്ടും ജനനമാണ്, നമ്മളെ രണ്ടാമതൊരു ജനനം. എന്നാൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 1:6 ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എങ്ങനെയാണ്? നമ്മെ ദത്തെടുക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ആരിൽ കൂടെ ദത്തെടുക്കുന്ന? ക്രിസ്തുവിൽ. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി, കാശൊന്നും കൊടുത്തിട്ടില്ല, നമ്മുടെ ഒരു പ്രയത്നവും ഇല്ല, സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. നമ്മളെ ഉലകസ്ഥാപനത്തിന് മുൻപേ ദൈവം കണ്ടു. ക്രൂശിന്മേൽ കിടന്ന് ഗെത്സമനത്തോട്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നെയും നിങ്ങളെയും കണ്ടു കഴിഞ്ഞു, നമ്മുടെ മക്കളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആ ഉറപ്പ് വചനത്തിൽ കൂടെയാണ് ഉണ്ടാകേണ്ടത്. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദ ഫസ്റ്റ് തിങ്, അതായത് ദൈവം ആദ്യത്തിനെ സൃഷ്ടിച്ചപ്പം ആദ്യ കണ്ട മുഖം പിതാവാം ദൈവത്തിൻ്റെയാണ്. ആദ്യത്തെ ശബ്ദം കേട്ടത് ദൈവത്തിൻ്റെയാണ്. ആദ്യത്തെ ടച്ച് ദൈവത്തിൻ്റെയാണ്. ആദ്യത്തെ ശ്വാസം ദൈവത്തിൻ്റെയാണ്. കാരണം ആദത്തിൻ്റെ അപ്പൻ ദൈവമായിരുന്നു. പിന്നെ എവിടെയാണ് തെറ്റുപറ്റിയത്? സംവെയർ വി വെന്റ് റോങ്. പാപം, ദൈവബന്ധമില്ലാതായി. അത് തിരിച്ചു തരാതെ, തിരിച്ചു കിട്ടുന്നിടം വരെ നമ്മൾ അലഞ്ഞു നടക്കുന്നവരാണ്. എത്ര തിയോളജി പഠിപ്പിച്ചാലും എത്ര വചനം പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യാതെ ഒന്നും നടക്കില്ല. പിന്നെ നമുക്കൊന്നും ചെയ്യാം. വി ആർ സെൻഡിങ് ദ വേർഡ്. ഈ ലൈവ് വേർഡാണ്. താൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലയുള്ള വാള് സന്ധ്യമജ്ജകളെയും പ്രാണനെയും നിലവിനെയും തിരിച്ചറിഞ്ഞ് അത് ചെന്ന് കൊണ്ട് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. ഒരു വിത്തിട്ടാൽ അത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ച് എറിഞ്ഞുകൊണ്ടിരിക്കുക. വിത്ത് നല്ല സ്ഥലത്ത് വീഴായിരിക്കാനൊക്കത്തില്ല. നമ്മളൊന്നും എറിയല്ലേ. കർത്താവ് നല്ല നിലത്ത് വിത്ത് വീണ് 100 മേനിയായിട്ട് നല്ല ജീവവൃക്ഷം ഉണ്ടാക്കുവാനിടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളെ ക്രിസ്തുവിൽ, ഒരുവൻ ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു. 1. 2, അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ കൈക്കൊള്ളുന്ന ഏവനും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം. ഇതൊരു വലിയ അധികാരമാണ്. അതെടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ കൈനീട്ടിയാൽ മതി. അപ്പച്ച 2 എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്. ദത്തെടുത്ത മക്കൾക്ക് നിയമപ്രകാരം കൂടുതൽ അവകാശം. ഞങ്ങൾക്ക് തന്ന അവകാശം തിരിച്ചെടുക്കൂല. എന്തൊരു പദവിയാപ്പിച്ച. ഇതൊന്നും മനസ്സിലാക്കാതെ ചില കുളത്തിനകത്ത് മാത്രം നിന്ന് ജീവിക്കാതെ എൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരാനും ആ വാതിൽ തുറന്നതിൽ കുറേ പേരെങ്കിലും കയറി വരട്ടപ്പിച്ച. എത്ര നാളായി ഈ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. യാക്കോബ് കണ്ട ഗോവേണി സ്വർഗം വരെ എത്തുന്നുണ്ട്. എന്നും ദൈവദൂതഗണങ്ങൾ ഇവിടുന്ന് മുകളിലോട്ടും ഇവിടുന്ന് താഴോട്ടും സ്വർഗത്തിൽ നിന്ന് ഉത്തരവുമായിട്ട് ഞങ്ങൾ ഈ അയക്കുന്ന വചനങ്ങൾ ദൈവമക്കളെന്ന പദവിയാണെന്നും അത് അയക്കുമ്പോൾ സ്വർഗം അതിൽ സന്തോഷിക്കുന്നു. അതുമൂലം നമ്മുടെ തലമുറകളുടെ മേൽ ദൈവമക്കളെന്നുള്ള പദവി അവരുടെ നെറ്റിമേൽ എഴുതുക തന്നെയല്ല, ഞങ്ങളുടെ കൂട്ടായ്മകളിലെ പ്രാർത്ഥനാ സെല്ലുകളിൽ നമ്മൾ ഇടപെടുന്നിടത്തെല്ലാം ഈ ദൈവമക്കളുടെ ആ പ്രാഗൽഭ്യം അതൊരു വലിയ അവകാശവും അധികാരമല്ലേ അപ്പച്ച. മക്കളാണെങ്കിൽ ദാസ്യനെ പോലെ നിൽക്കണ്ടെന്നല്ലേ പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് തടസ്സം നിൽക്കുന്നത് അപ്പച്ച? ഞങ്ങൾക്ക് ഈ സത്യവചനത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിച്ചിട്ട് ധൈര്യസമേതം കൃപാസനത്തിലേക്ക് കടന്നു വന്നിട്ട് കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച് ജീവിപ്പാൻ ഞങ്ങളെയും തലമുറകളെയും പഠിപ്പിക്കണം. വഴിതെറ്റി നിൽക്കുന്ന മക്കളോട് ഇതാകുന്നു വഴി, ഇതിലേ പൊക്കൊള്ളുക. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്നു. ക്രിസ്തു കൈക്ക് പിടിച്ച് അവരെ കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെ നിന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് തലമുറകളെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവസ്നേഹത്തിന് എത്രയോ അമ്മയപ്പന്മാർക്ക്, എത്രയോ ഭാര്യ ഭർത്താക്കന്മാർക്ക്, വഴിതെറ്റി നടക്കുന്ന ഭാര്യമാർ തിരിച്ചു വരികയാണ്. കൊച്ചുമക്കൾ അവരെല്ലാം പിശാച് അവരുടെ ദുഷ്ടൻ അവൻ്റെ കോട്ടയ്ക്കകത്ത് കൊണ്ട് വെച്ചിരിക്കുക. കർത്താവ് ഈ ജെറിഹോ മതിലിടിച്ച പോലെ ഇടിച്ചു കളഞ്ഞു.
ദൈവമേ, ജോഷുവയുടെ കൂട്ട് കുറേ അഭിഷിക്തന്മാരെ ഉണ്ടാക്കിയെടുക്കണം, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കണം. അതാണിപ്പോൾ ആവശ്യം. ദൈവത്തിൻ്റെ സത്യവചനം ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. അതിന് ചെയ്യുന്ന സത്യത്തിന് ഞങ്ങളതിൻ്റെ പങ്കാളികളായിട്ട് നിൻ്റെ കൂടെ നിന്ന് അനേകരെ ഈ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കണമേ. രക്ഷ എന്ന് പറയുന്ന ഈ പിതൃത്വത്തിൻ്റെ അവകാശത്തെ തിരിച്ചു കിട്ടുകയാണ്. നീ ഞങ്ങളുടെ ആധിപത്യം, നിൻ്റെ ആധിപത്യം ഞങ്ങളുടെ മേലെ, യഹൂദ നിൻ്റെ വിശുദ്ധ ജനമായി മാറിയതുപോലെ ഞങ്ങളെ നിൻ്റെ വിശുദ്ധ ജനമാക്കി മാറ്റിയിരിക്കുന്ന മക്കളാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയോട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.